വരൂ. ഇന്ന് നമ്മളൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കാണുന്നത്. എന്താ അറിയോ, ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന പോലത്തെ വെരി ബ്യൂട്ടിഫുൾ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എംബ്രോയിഡറി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എംബ്രോയിഡറീസിൽ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു എലഗൻസും ഒരു ക്ലാസ്സും ഉള്ള ഒരു കൈൻഡ് എംബ്രോയിഡറിയാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാബ്രിക്കിൽ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളൊരു വെരി ബ്യൂട്ടിഫുൾ അറ്റയറാണ്. യോക്ക് പോർഷനിലേക്കും അതുപോലെ തന്നെ നമ്മുടെ അറ്റയറിൻ്റെ ഹെംലൈനും സ്ലീവ് കഫിലേക്കും ഒക്കെ നമ്മൾ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നല്ല ഷെയ്ഡ്സിനകത്ത് നമ്മൾ വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഒരു എലഗൻസ് കൂടുന്ന ടൈപ്പാണ് കേട്ടോ. എ ലൈനാണ് വന്നിരിക്കുന്നത്, 2 സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട്, ബോഡി വിത്ത് ലൈനിങ് ആണ്, ബോട്ടം വന്നിരിക്കുന്ന സെമി പാരൽസ് ആണ്, ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു റെഡിഷ് ഒരു മെറൂൺ ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ആക്ച്വലി ഇതിനകത്ത് ഏറ്റവും വലിയ ചാലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് കളർ ചൂസ് ചെയ്യുന്നത്, ബിക്കോസ് എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുള്ള കളേഴ്സ്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു അനിയൻ പിങ്ക് ഷെയ്ഡാണ്. കോളനെക്കാണ് വന്നിരിക്കുന്നത്. കോളനെക്കാണെങ്കിലും ഭയങ്കരമായിട്ടും ക്ലോസ്ഡ് ആയിട്ടല്ല, ഇവിടെ ഇച്ചിരി ഒന്ന് ഓപ്പൺ ആക്കി ഒരു ഇച്ചിരി എയറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്രോസ് സ്റ്റിച്ചിൻ്റെ ക്ലോസ് നിങ്ങൾക്ക് നോക്കാവേ, കണ്ടോ, നല്ല നമുക്ക് ശരിക്കും നമ്മുടെ ചിക്കൻ കാരിയുടെ ഒക്കെ ഒരു എലിഗൻസ് ഇല്ലേ, നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് വന്നേക്കുന്നത്. താഴോട്ടാണെങ്കിലും അത്രത്തോളം തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ആ ക്രോസ് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ബോഡി വിത്ത് ലൈനിങ് ആണ് കൊടുത്തേക്കുക കേട്ടോ. ബാക്കിൽ നോർമൽ എലൈനായിട്ട് വരും, സ്ലീവിലും അത്രയും തന്നെ വീതിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു അനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന കൈൻഡ് ഓഫ് കളേഴ്സുമാണ്. ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് ഇതിന് വന്നിട്ടുള്ളത്, സെമി പാരൽസ് ആണ് ബോട്ടം വരിക. പിന്നെ ഞാൻ ബോട്ടം ഇടുമ്പോൾ ഉണ്ടല്ലോ, കുറേ പേര് വിചാരിക്കുന്നത് ആക്ച്വലി ഇതിന് അങ്ങനെ അത്രയും നീളമില്ലെന്നാണ്. അങ്ങനല്ല, ഞാൻ കുറച്ച് ഹൈ വീസിലാണ് ഇടാറ്, ബിക്കോസ് എനിക്ക് എപ്പോഴും ബോട്ടം ഒരു ആംഗിൾ ലെങ്ത്തിൽ കിടക്കുന്നതാണ് എൻ്റെ ഒരു ഫിഗറിന് കംപ്ലീറ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബോട്ടം ഇടുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. നമുക്ക് അവിടെ ബോഡി ഷേപ്പോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരുടെ പ്രൊപ്പോർഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ബോട്ടം എടുത്തിട്ട് നിങ്ങൾ തന്നെ വേറെ നോക്കുക, നിങ്ങൾക്ക് എവിടെ ഇടുമ്പോഴാണ് കറക്റ്റ് സ്യൂട്ട്, അതായത് ആംഗിൾ കട്ടാണോ, കുറച്ചുകൂടി മുകളിലാണോ, അത് ഒത്തിരി നല്ല താഴ്ന്നിട്ടാണോ, ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്തിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഇതിപ്പം ഞാൻ കുറച്ച് ഹൈ വേസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്, നിങ്ങൾക്ക് കറക്റ്റ് വേസ്റ്റ് ലൈനിലിടാം, കുറച്ചുകൂടെ താഴ്ത്തിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ലെങ്ത് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെരി ബ്യൂട്ടിഫുൾ ഒരു ഡീപ്പർ ഒരു കൈൻഡ് ഓഫ് ഫോറസ്റ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം. അതിനകത്തും സിമിലർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബാക്കിൽ ഇതുപോലെ വരും. പെയർ ചെയ്യുന്ന ബോട്ടം സെയിം ഒരു ഫാബ്രിക്. ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ. വിസ്കസ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. വിസ്കസ് മീൻസ് ഫ്ലോയി ഇൻ നേച്ചർ, ഭയങ്കര സ്റ്റിഫായിട്ടല്ലാതെ കിടക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഇതാണ്. ഇത് വരുന്നതൊരു മിലിറ്ററി ഗ്രീൻ ഷെയ്ഡ്. മിലിറ്ററി ഗ്രീനിനകത്തും ആ വൈറ്റ് എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ആ വൈറ്റ് കളർ ത്രെഡ് പോകുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ്. നമുക്ക് ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ഫീല് വരും ഇത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോഴത്തേനും. അടുത്തത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിനകത്തും സിമിലർ പാറ്റേൺ കണ്ടോ. ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയാം കേട്ടോ, ബിക്കോസ് എനിക്ക് ഇതിനകത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഏത് കളറിനെല്ലാം നല്ല ഭംഗിയത്. ഇതൊരു അടിപൊളി കളറാണ്. ഇത് യെല്ലോയുടെയും ഒരു നമുക്ക് ഇത് എന്താ പറയുക, മസ്റ്റേർഡ് യെല്ലോ അല്ല, എന്നാൽ സാധാരണ ഒരു യെല്ലോ അല്ല, നല്ല വെരി ബ്യൂട്ടിഫുൾ ഒരു വാമും ഒരു ന്യൂട്രൽ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, കൂടുതൽ ഇൻറ്റു ഒരു വാം ടോണിലാണ്. എനിക്കൊന്ന് നന്നായിട്ട് സ്യൂട്ട് ആവുന്നൊരു കൈൻഡ് ഓഫ് ഒരു കളറാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ഓക്കെ, സിമിലർ പാറ്റേൺ, ബോഡി വിത്ത് ലൈനിങ് ആണ് വരുന്നത്. അടുത്തത് നെക്സ്റ്റ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പേർപ്പിൾ ഷെയ്ഡ്. പേർപ്പിളിനകത്തും സിമിലർ ഒരു പാറ്റേൺ കണ്ടോ. ഇതിനകത്ത് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. എനിക്ക് ഇതിനകത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് തോന്നിയത്. ഇത് ഇങ്ങനെ വരും. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1599 ആണ്. നമുക്കിത് നിങ്ങൾക്ക് ഒന്നുകിൽ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. www.lollipopsboutique.com ആണ് വെബ്സൈറ്റ് ID. അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലോലിപോപ്സ് ബുട്ടിക് ആപ്പ് അവൈലബിൾ ആണ്, അതിലൂടെയും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ആപ്പ് സ്റ്റോറിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പം ആപ്പ് സ്റ്റോറിൽ നമുക്ക് ആപ്പ് അവൈലബിൾ ആയിരിക്കില്ല ഇനി ഒരു നെക്സ്റ്റ് 2-3 ഡേയ്സ്, അതിനുള്ളിൽ അത് ഇതാവും. അല്ലാതെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിലൂടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. നമ്മുടെ ഓൺലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ഫാക്ടറി ഓഫീസും ഒക്കെ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഡിസ്പാച്ച് ആവുന്നത്. നമ്മുടെ ഷോപ്പ് വരുന്നത് കൊട്ടാരക്കരയിൽ MC റോഡിൽ ലോളിപോപ്സ് ലൈഫ് സ്റ്റൈലാണ്. അതൊരു മൾട്ടി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണ്. ലേഡീസിനും കിഡ്സിനും ജെൻസിനും വേണ്ടുന്ന കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ്, നമ്മൾ ട്രേഡ് ചെയ്യുന്നതല്ല. നമ്മുടെ ഓൺ ലേബിൾ യമി എന്ന് പറയുന്ന ലേബിളിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഷോപ്പിൽ യമി എന്ന് പറഞ്ഞിട്ടൊരു കൗണ്ടറുണ്ട്. അതുകൂടാണ്ട് ഡിഫറെൻറ്റ് വേറെ വേറെ ബ്രാൻഡ്സിൻ്റെയും ഇഷ്ടം പോലെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ സെയിം പ്രോഡക്റ്റ് ചിലപ്പോൾ നിങ്ങൾ അവിടേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടേക്ക് വരും. അതുപോലെ തന്നെ
അവിടെയും പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ശരിക്കും അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് അടുത്ത കളക്ഷൻസും കൂടി ചെക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.